ETF അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്. നമ്മൾ ETF-നെ കുറിച്ചൊക്കെ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. ചില ആൾക്കാർ ETF-നെ കുറിച്ച് അറിയാത്ത ആളുകളുണ്ടാവും. ന്യൂ ജനറേഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ETF അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് ഇൻട്രസ്റ്റിംഗും ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ETF എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ETF-ൽ നമ്മൾ നിക്ഷേപിക്കുന്ന പണം ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ETF ഓരോ സൂചികകളെയാണ് ഫോളോ ചെയ്യുന്നത്. എക്സാമ്പിൾ നിഫ്റ്റി, സെൻസെക്സ് അടക്കമുള്ള ഓരോ സൂചികൾ, ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലുള്ള ഓരോ സൂചികളെ ഫോളോ ചെയ്യുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള ഫണ്ടുകളാണ് ETF എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ETF-ൽ മ്യൂച്വൽ ഫണ്ടുകളെ പോലെയും അതുപോലെ തന്നെ ഓഹരി നിക്ഷേപത്തെ പോലെയുമുള്ള റിട്ടേൺ നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കുന്ന ഒരു ന്യൂ ജനറേഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ് ETF എന്ന് പറയുന്നത്. ETF എന്ന് പറയുന്ന ഈ നിക്ഷേപ പദ്ധതി ആരംഭിച്ചത് 2001-ലാണെങ്കിലും 2016-ലൊക്കെയാണ് ഈ ഒരു പദ്ധതിക്ക് കൂടുതൽ പ്രചാരം ലഭിച്ചത്. 2016-നേക്കാൾ 5 വർഷത്തിന് ശേഷം ഇപ്പോൾ 2021-ൽ എത്തി നിൽക്കുമ്പോൾ 75% ഇൻവെസ്റ്റ്മെൻറ്റാണ് ETF-ൽ കൂടിയിട്ടുള്ളത്. വെറും 17,600 കോടി രൂപയായിരുന്നു 2016-ൽ ETF-ൽ ഉണ്ടായിരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുണ്ടെങ്കിൽ 2021 ഫെബ്രുവരിയിൽ എത്തി നിൽക്കുമ്പോൾ ETF-ലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് 2.87 ലക്ഷം കോടി രൂപയായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് ഈ ന്യൂജൻ ഇൻവെസ്റ്റേഴ്സ് ETF-ൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ETF-കളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ETF-കൾ ഡിഫറൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ETF-കൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ETF-കൾ അവൈലബിൾ ആണ്. ഡെപ്റ്റ് ഫണ്ടുകൾ, കടപ്പത്രങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ETF-കൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ETF-കളും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിൽ വൈഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് ETF-കൾ ഏകദേശം 100ഓളം ETF-കൾ ഇന്ന് അവൈലബിൾ ആണ്. അതിൽ 78ഓളം ETF-കളും ഇക്വിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ETF-കളാണ്. അതായത് 2.48 ലക്ഷം കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇക്വിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ETF-കളിലാണ്. അപ്പോൾ ഈ ഇക്വിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള 78ഓളം ETF-കൾക്ക് ശേഷം അടുത്ത കാറ്റഗറി വരുന്നത് ഡെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ETF-കളാണ്. ഡെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഏകദേശം 12ഓളം ETF-കളാണുള്ളത്. അതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അത് 2021 ഫെബ്രുവരിയിൽ ഉള്ള കണക്കനുസരിച്ച് അതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് 17,600 കോടിയോളം രൂപയാണ്. അടുത്തൊരു കാറ്റഗറിയിൽ വരുന്നത് ഗോൾഡ് ETF-കളാണ്. ഗോൾഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ETF-കളിൽ ഏകദേശം 10 എണ്ണമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ വന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 14,000 കോടി രൂപയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് ഇക്വിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ETF-കളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള ഹാൻഡ്ലിംഗ് ആണ്. അതായത് നമ്മൾ ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക ഓരോ സൂചികേനെ ഫോളോ ചെയ്യുന്നതുകൊണ്ടും, ഉദാഹരണത്തിന് നിഫ്റ്റിയോ സെൻസെക്സോ അടക്കമുള്ള സൂചികകളെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഓരോ സൂചികയുടെ വളർച്ച, ഇപ്പോൾ നിഫ്റ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫണ്ടാണെങ്കിൽ നിഫ്റ്റിയുടെ വളർച്ചയെ അടിസ്ഥാനപ്പെടുത്തി ആ ഒരു ഫ്ലോ തന്നെയായിരിക്കും നിങ്ങളുടെ ETF-നും കാണിക്കാനായിട്ട് സാധിക്കുക. അതായത് നിഫ്റ്റി ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ETF-ഉം ഗ്രോ ചെയ്യും. നമുക്കറിയാം ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലെ കഴിഞ്ഞ വർഷങ്ങളിലെ ഗ്രോത്തിൻ്റെ ഒരു ചാർട്ട് ഞാനിവിടെ കാണിക്കാം. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി അതിൻ്റെ ഗ്രോത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷം വലിയൊരു ഇടി ഉണ്ടായെങ്കിൽ കൂടി അതിനെ വലിയ രീതിയിൽ ഓവർകം ചെയ്തിട്ട് ഇപ്പോൾ റെക്കോർഡ് ഉയരത്തിലെത്തി നിൽക്കുകയാണ് നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ അടക്കമുള്ള സൂചികകൾ. അപ്പോൾ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ വിശ്വാസമുള്ള ആളുകൾക്ക് ഇന്ത്യൻ മാർക്കറ്റിലുള്ള ETF-കളിൽ ധൈര്യമായിട്ട് നിക്ഷേപിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ETF-കളുടെ ലെസ് എക്സ്പെൻസ് ആണ്. അതായത് മറ്റുള്ള ഫണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകളോ അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ടുകളോ അടക്കമുള്ള മറ്റു ഫണ്ടുകളെ കമ്പയർ ചെയ്യുമ്പോൾ ETF-കളിൽ വരുന്ന ചിലവ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ചിലവാണ്. അതായത് മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെയുള്ള എക്സിറ്റ് ലോഡ് അടക്കമുള്ള വലിയ ബാധ്യതകൾ, വലിയ എക്സ്പെൻസ് ETF-കളിൽ വരുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അത് മാത്രമല്ല, നമ്മൾ ETF-കൾ സ്ഥിരമായിട്ട് ഇക്വിറ്റി ഷെയർസിനെ പോലെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാത്തത് കൊണ്ടും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇക്വിറ്റി ഷെയർസിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട കമ്മീഷനുകളുടെ ചാർജസും അതുപോലെ തന്നെ മറ്റുള്ള എക്സ്പെൻസസുകളും ഒഴിവാക്കാനായിട്ട് ETF-ൽ സാധിക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ETF-കളിൽ നമ്മൾ കാണുന്നത് ETF-കളുടെ വൈവിധ്യവൽക്കരണം, ഡൈവേഴ്സിഫയിങ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ETF-കളുടെ ഒരു വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാനുള്ളത്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ചെറിയ തുകയാണെങ്കിൽ കൂടി അത് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈ ചെയ്തു. നമുക്കറിയാം ഷെയർ മാർക്കറ്റിൽ മറ്റും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല ഷെയർസ് കണ്ടെത്താനും അതോടൊപ്പം തന്നെ നല്ലൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഓരോ കമ്പനീസിനെ കുറിച്ച് ഒരുപാട് സ്റ്റഡി ചെയ്ത ശേഷം വേണം നല്ലൊരു പോർട്ട്ഫോളിയോ തയ്യാറാക്കിയിട്ട് സ്വന്തം റിസ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ETF-കളിൽ വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ETF-ൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക ആ ഒരു സൂചികയിലുള്ള മൾട്ടിപ്പിൾ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് വൈവിധ്യവൽക്കരണം വന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാം. അതുകൊണ്ട് തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ആ ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള കമ്പനീസിൻ്റെയും ഗ്രോത്തിനനുസരിച്ചിട്ട് നമുക്ക് നല്ല റിട്ടേൺ നൽകാനായിട്ട് ETF-കൾക്ക് സാധിക്കും. ഇൻ കേസ് ചില കമ്പനീസ് ഡൗൺ ആണെങ്കിൽ കൂടി കൂടുതൽ കമ്പനീസിൻ്റെ ഗ്രോത്തിനനുസരിച്ചിട്ട്
നമുക്ക് റിട്ടേൺ നൽകാനായിട്ട് സാധിക്കും. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ETF-കളുടെ ട്രാൻസ്പെറൻസിയാണ്. ഈ ട്രാൻസ്പെറൻസി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ETF-ൽ ട്രേഡ് ചെയ്ത നമ്മുടെ കയ്യിലിരിക്കുന്ന ETF-കൾ നമുക്ക് ലൈവായിട്ട് മാർക്കറ്റുള്ള സമയങ്ങളിൽ ഇതിൻ്റെ ലൈവ് പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഓരോ ഗ്രോത്തും ഓരോ വാല്യൂ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതായത് ഓരോ സൂചികേനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ സൂചികേനെ ഫോളോ ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ഓരോ സൂചികയുടെ ഗ്രോത്തിനും ഫ്ലക്ച്വേഷനും അനുസരിച്ചിട്ട് നമ്മുടെ ETF-നെ കൂടെ വിലയിരുത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ETF-കൾ ആർക്കാണ് അനുയോജ്യം എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ വിശ്വാസമുള്ള ആളുകളും ലോങ് ടേമിൽ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ നിന്ന് വലിയൊരു റിട്ടേൺ നേടാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്കും വളരെ അനുയോജ്യമായ ഒരു ഫണ്ടാണ് ETF-കൾ എന്ന് പറയുന്നത്. ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വലിയ തോതിലുള്ള മൂലധന നേട്ടം നമുക്ക് നേടിത്തരാൻ കൂടെ സാധിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ് ഈ ETF എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും കൂടുതൽ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് നോളേജ് ഇല്ലാത്ത ആളുകൾക്ക് കൂടി വളരെ അനുയോജ്യമായ ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ് ETF എന്ന് പറയുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഷെയർസിനെ കുറിച്ചും അനലൈസ് ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. അതുപോലെ തന്നെ അതിനുവേണ്ടി നമുക്ക് വേസ്റ്റ് ആവുന്ന സമയവും നമ്മുടെ അനലൈസിങ് കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് വരുന്ന നഷ്ടമൊക്കെ ഒഴിവാക്കാനായിട്ട് ETF-ലുള്ള ഇൻവെസ്റ്റ്മെന്റ് സാധിക്കും. അതുപോലെ തന്നെ ഇൻ കേസ് നമ്മൾ ഷെയർ മാർക്കറ്റിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ കൂടി ETF-കളിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ചെറിയൊരു പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ദീർഘകാലത്തേക്ക് നല്ലൊരു റിട്ടേൺ നൽകാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ്. അതായത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ചെറിയൊരു പെർസെൻറ്റേജ് നമ്മൾ ETF-ന് കൂടി മാറ്റി വയ്ക്കുന്നത് വളരെ ഉചിതമാണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരുപാട് പേര് SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മന്ത്ലി അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ചെറിയൊരു പെർസെൻറ്റേജ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുമ്പോൾ അത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഷെയർസ് വാങ്ങിയിട്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു മെത്തേഡ് നമുക്ക് ETF-ൽ ഉപയോഗിക്കാം. മന്ത്ലി ഒരു പർട്ടിക്കുലർ എമൗണ്ട് SIP ആയിട്ട് ETF-ൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ദീർഘകാലത്തേക്ക് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് വഴി വലിയൊരു റിട്ടേൺ നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ഉചിതമായ ഒരു ETF എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് നോക്കാം. സെൻസെക്സിനെയും നിഫ്റ്റിയിലും മാത്രം ഓറിയന്റഡ് ആയിട്ട് ഒരുപാട് ETF-കൾ ഇന്ന് അവൈലബിൾ ആണ്. നമ്മൾ ഓരോ ETF-കൾ സെലക്ട് ചെയ്യുമ്പോഴും ഏത് സൂചികേനെ ഫോളോ ചെയ്യുന്ന ETF ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ എത്ര പെർസെൻറ്റേജ് റിസ്ക് എടുക്കാൻ തയ്യാറാണ് എന്നതിനനുസരിച്ച് നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള സൂചികേനെ ഫോളോ ചെയ്യുന്ന ETF-കൾ കണ്ടെത്താനും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിഫ്റ്റി 50യോ അല്ലെങ്കിൽ നിഫ്റ്റി നെക്സ്റ്റ് 50യോ അടക്കമുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള കാറ്റഗറികൾ അവൈലബിൾ ആണ്. അതിൽ ഏത് കാറ്റഗറിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. സെൻസെക്സിലും നിഫ്റ്റിയിലുള്ള ലാർജ് ക്യാപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ETF-കളാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ ലാർജ് ക്യാപ്പ് ഫണ്ടുകളുടെ ഗ്രോത്തിനനുസരിച്ച് നിങ്ങളുടെ ETF-ന്റെ ഗ്രോത്തും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ETF-കളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. നമുക്കറിയാം ലാർജ് ക്യാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ETF-കൾ എന്ന് പറയുന്നത് 48ഓളം ETF-കളാണ്. മറ്റുള്ള ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ETF-കൾ 30 എണ്ണം വരും. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഏകദേശം 78ഓളം ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ETF-കൾ തന്നെയുണ്ട്. അതുകൂടാതെ കടപ്പത്രങ്ങൾ ഡെപ്റ്റ് ഫണ്ടുകളെ ബേസ് ചെയ്തിട്ടുള്ള ETF-കൾ എന്ന് പറയുന്നത് 12 എണ്ണമാണ്. അതുപോലെ തന്നെ ഗോൾഡിനെ ബേസ് ചെയ്തിട്ടുള്ള ETF-കൾ എന്ന് പറയുന്നത് 10 എണ്ണമാണ്. ഇങ്ങനെ 100ഓളം ETF-കളാണ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ETF-ൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ട്രേഡിംഗ് വോളിയം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ നമ്മൾ ഏത് സമയത്ത് വാങ്ങാനോ വിൽക്കാനോ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവിടെ വാങ്ങാനായിട്ട് അപ്പുറത്തൊരാളുണ്ടാവണം, വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് വിൽക്കാനായിട്ട് ഒരാളുണ്ടാവണം. ഇത് രണ്ടും കൂടുമ്പോഴാണ് ട്രേഡിംഗ് വോളിയം കൂടുന്നത്. ഈ ട്രേഡിംഗ് വോളിയം കൂടുതലുള്ള ETF-കൾ നോക്കി സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായി വരുന്ന സമയത്ത് ഈ ETF-ലുള്ള ഇൻവെസ്റ്റ്മെന്റ് ക്യാഷാക്കി മാറ്റാൻ നിങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്ത് ETF-കൾ വിൽക്കേണ്ടി വരുമ്പോൾ അവിടെ വാങ്ങാനായിട്ട് ആളില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നാൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ട്രേഡിംഗ് വോളിയം ഉള്ള ETF-കൾ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ETF-ൽ വരുന്ന എക്സ്പെൻസുകളാണ്. അതായത് നമ്മളിപ്പോൾ മറ്റുള്ള ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡുകളായി മ്യൂച്വൽ ഫണ്ടുകളെ കമ്പയർ ചെയ്യുമ്പോൾ ETF-ൽ വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ എക്സ്പെൻസ് ആണെങ്കിൽ കൂടി മ്യൂച്വൽ ഫണ്ടുകളെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പെൻസിനേക്കാൾ അതിൻ്റെ ഗ്രോത്തിനാണ് കൂടുതൽ വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടുകളുടെ എക്സ്പെൻസിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. അതിനെ കമ്പയർ ചെയ്യാതെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളേക്കാൾ വളരെ എക്സ്പെൻസ് കുറവാണെങ്കിൽ കൂടി ETF-കളിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ വരുന്ന ETF-കൾ അവൈലബിൾ ആണ്. അപ്പോൾ ETF-കൾ സെലക്ട് ചെയ്യുമ്പോൾ ഓരോ ETF-കളുടെയും എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ എക്സ്പെൻസ് കുറവുള്ള ETF-കൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ETF-കളിലെ ഇൻവെസ്റ്റ്മെന്റിന് കൂടുതൽ റിട്ടേൺ തരാനായിട്ട് സാധിക്കും. ഇനി ETF-കളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കാം. ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും നിർബന്ധമായിട്ട് വേണം. ഇൻ കേസ് ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാത്തവരാണ് എങ്കിൽ ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തവരാണെങ്കിൽ അവർക്കുള്ള അടുത്ത മാർഗ്ഗമാണ് ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ഇല്ലാതെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളോ ഫണ്ട് ഇൻഡെക്സ് ഫണ്ട് അടക്കമുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞ ഇൻഡെക്സ് ഫണ്ടിനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ വരുമ്പോൾ അതും കൂടെ കാണാനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അവസാനമായിട്ട് ETF-കളിൽ കൂടുതൽ വൈവിധ്യവൽക്കരണം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ കൂടുതൽ വൈവിധ്യവൽക്കരണം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഗ്ലോബൽ മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ETF-കൾ അവൈലബിൾ ആണ്. അത്തരം ETF-കൾ സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഗോൾഡ് ബേസ്ഡ് ആയിട്ടുള്ള ETF-കൾ അവൈലബിൾ ആണ്. അത്തരം ETF-കളും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിഫ്റ്റി 50ലാണ് നമ്മൾ നിഫ്റ്റി
50-യിൽ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഈ നിഫ്റ്റി 50-ക്ക് അപ്പുറം നിഫ്റ്റി നെക്സ്റ്റ് 50 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട്. അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന റിട്ടേണും കൂടുതലായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ നിഫ്റ്റി നെക്സ്റ്റ് 50-യിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറച്ച് റിസ്ക്കിയാണ്. കാരണം കൂടുതൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺ ആവശ്യമാണ്, അതോടൊപ്പം തന്നെ റിസ്ക് എടുക്കാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ നിഫ്റ്റി നെക്സ്റ്റ് 50 സജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ETF-കളെ കുറിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഇൻഡെക്സ് ഫണ്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ഓർമ്മിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി.